നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാം. തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാം. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാം. തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാം. അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ. ജീവനായകമാം സുവിശേഷം നിൻ ജീവനിലേക്കു പകർത്താം. ദൈവരാജ്യം ഭൂവിലുയർത്താൻ സ്നേഹമോടണയാം. വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ദൈവരാജ്യം ഭൂവിലുയർത്താൻ സ്നേഹമോടണയാം. വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ഉപവാസമോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഒന്നു ചേർന്നിടാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസയാത്രയുടെ നവീകരണത്തിന് അനുയോജ്യമായ നോമ്പുകാലത്തിലൂടെ തിരുസഭാ മാതാവ് പ്രയാണം ചെയ്യുന്ന നാളുകളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 പറയുന്നു, കൂദാശകളുടെയും ദൈവവചനത്തിന്റെയും സഹായത്തോടെ ഒരു സമൂഹം എന്ന നിലയിലും വ്യക്തികൾ എന്ന നിലയിലും വിശ്വാസ ജീവിതത്തിൽ നവീകരണം നേടേണ്ട കാലമാണ് നോമ്പുകാലം. അതെ, ഉയർപ്പിന്റെ ആഹ്ലാദം മുന്നിൽ കണ്ടുകൊണ്ട് മൗനവും ഉപവാസവും പങ്കുവയ്ക്കൽ പ്രാർത്ഥനയും കൊണ്ട് മുദ്രിതമായ ഒരു തീർത്ഥയാത്ര. നിനവേ നിവാസികളുടെ സ്മരണയിൽ വിഭൂതി നാളിൽ ചാരം പൂശി ആരംഭിക്കുന്ന നോമ്പാചരണം ഈ ചാരം പൂശലിലോ ഏതെങ്കിലും ഇഷ്ടവിഭവത്തിന്റെ ഉപേക്ഷയിലോ ഒതുങ്ങേണ്ട ഒന്നല്ല. മറിച്ച് നമ്മെ ഗ്രസിച്ചിരിക്കുന്ന ലൗകികതയുടെയും ദൈവദൂഷണത്തിന്റെയും സ്വാർത്ഥതയുടെയും മാറാലകളെ തൂത്തെറിഞ്ഞ് ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്നവരായി നാം ഓരോരുത്തരും മാറണം. അങ്ങനെ അപരനിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന്റെ ഒപ്പം നടന്ന് അവന്റെ സാന്നിധ്യത്തിൽ ദൈവത്തെ ദർശിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാകണം ഈ നോമ്പുകാലം. ദൈവവുമായുള്ള സഹവർത്തിത്വം നോമ്പിന്റെ ഒരു അവിഭാജ്യ ഘടകമാണെങ്കിൽ നമ്മോടൊപ്പമുള്ള സഹജീവികളോടുള്ള സഹവർത്തിത്വവും ഇതിൽ ഒഴിവാക്കാനാവാത്ത മറ്റൊരു ഭാഗമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നോമ്പും ഉപവാസവും പരസ്നേഹ പ്രവൃത്തികളും സഹജീവികളോടുള്ള ബന്ധത്തിൽ പുലർത്തുന്ന ധാരണകളെ വ്യക്തമാക്കുന്നുണ്ട്. സഹോദരൻ സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനം ദൈവവുമായി ഐക്യപ്പെടുന്നതിന് ഏറ്റവും അനിവാര്യമാണ്. നൈമിഷികമായ ഇഹലോക സുഖങ്ങളെ പരിത്യജിച്ചുകൊണ്ട് പറുദീസായുടെ ആദ്യ അനുഭവത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രഥമ പടിയായിട്ടാണ് നാം ഓരോരുത്തരും ഈ നോമ്പിനെ ദർശിക്കേണ്ടത്. മിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങൾ ഓരോന്നും മനസ്സിൽ മനനം ചെയ്ത് ത്രിത്വൈക ദൈവത്തോട് സഹകരിച്ച് തിന്മയുടെ ഇരുൾ നിറഞ്ഞ ഹൃദയത്തിൽ ദൈവിക നന്മയുടെ കിരണങ്ങൾ തീർത്ത് ദൈവസ്നേഹത്താൽ പൂരിതരാകാനുള്ള ഒരു അമൂല്യ അവസരമല്ലേ ഈ നോമ്പ്. ജീവിത വഴിത്താരകളിൽ സുഹൃതത്തിന്റെ സുഗന്ധച്ചെപ്പ് തുറന്ന് ചുറ്റുമുള്ള അസ്വസ്ഥ ഹൃദയങ്ങൾക്ക് ആശ്വാസത്തിന്റെ സാന്നിധ്യമാകാൻ അപരന് വേണ്ടി മുറിവേറ്റ ക്രിസ്തു ഈ നോമ്പുകാലത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിക്കുന്നു. നോമ്പുകാലം മനുഷ്യജീവിതത്തിൽ മാനസാന്തരത്തിനും ജീവിത നവീകരണത്തിനുമുള്ള അവസരമാണ്. എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 22-23 വചനങ്ങളിൽ പറയുന്നത് പോലെ, നിങ്ങളുടെ പഴയ ജീവിത രീതികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വഞ്ചന നിറഞ്ഞ
ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഊരിയെറിഞ്ഞ് മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കാനുള്ള ഒരു കാലഘട്ടം. ഇത് ഉണർവിന്റെയും തിരിച്ചറിവിന്റെയും ദൈവകൃപയുടെ നിറവിന്റെയും അവസരമാണ്. അനുതപിക്കുന്നവർക്ക്, ദൈവസ്നേഹത്താൽ നിറയുന്നവർക്ക് തന്നോടൊന്നാകാനായി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്നേഹ സായുജ്യത്തിന്റെ സമയം. ഈ നിമിഷത്തിൽ ഒരു കബീർ കവിത ഓർത്തുപോകുന്നു. നദിയും അരുവിയും തങ്ങളുടെ ജലം കൊണ്ട് ഒരിക്കലും സ്വന്തം ദാഹം തീർക്കുന്നില്ല. മറിച്ച് അവർ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ദാഹശമനിയായി ഒഴുകിയെത്തുന്നു. എല്ലാറ്റിനുമുപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന സ്നേഹത്തിന്റെ പ്രമാണം പകർന്നു തന്ന് സ്നേഹത്തിന്റെ കുരിശിൽ ബലിയായി തീർന്ന ക്രിസ്തുനാഥൻ തന്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്ന മക്കളായ നാം ഓരോരുത്തരോടും ഇന്ന് പറയുന്നതും ഇതാണ്: എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ഇന്ന് നയിക്കുന്ന നിന്റെ ഈ ജീവിതം അത് നിനക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടിയുള്ള ഒരു സജീവ ബലിവസ്തുവാണ്. നോമ്പുകാലം അനുതാപത്തിന്റെ ഒരു കാലമാണ്. നാം എല്ലാവരും പാപികളാണ്. ഈ തിരിച്ചറിവ് പാപബോധം നഷ്ടപ്പെട്ട പുത്തൻ തലമുറയ്ക്ക് മുമ്പിൽ ഒരു അനുഗ്രഹമാണ്. നമ്മെ അലട്ടുന്ന എല്ലാ ദുശീലങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ഒരു ധൈര്യം ഈ നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. എങ്കിലേ രക്ഷകന്റെ രക്ഷാകര രഹസ്യങ്ങൾ ഓരോന്നും നമ്മിൽ ഫലമണിയും. സ്വന്തം ജീവിത ക്ലേശങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതും ജീവിത കടമകളെ നിസ്വാർത്ഥമായി നിർവഹിക്കുന്നതും നോമ്പിന്റെ ഒരു ഭാഗം തന്നെയല്ലേ? നോമ്പെന്നത് ഒരു വിലക്കോ ഒരു നിഷേധമോ അല്ല, മറിച്ച് അത് താളം തെറ്റി അലയുന്ന മനുഷ്യഹൃദയങ്ങളെ ദൈവകൃപയുടെ പന്ഥാവിലേക്ക് ആനയിച്ച് അവയെ ദൈവവചനത്തിന്റെ നൂറുമേനി വിളഭൂമിയാക്കി മാറ്റുന്ന ദൈവകൃപയുടെ ഒരു അവസരമാണ്. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പാതയിലൂടെ നിത്യതയെ ലക്ഷ്യമാക്കിയുള്ള പ്രയാണത്തിൽ ഭൗതികതയെ വെടിഞ്ഞ് ആത്മീയമായി വ്യാപരിച്ച് ദൈവ ഐക്യം പ്രാപിക്കാൻ ഈ നോമ്പുകാലം നാം ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നു. ക്രൈസ്തവ ജീവിതം അത് മരണത്തിൽ അവസാനിക്കുന്ന ഒന്നല്ല, അത് നിത്യതയോളം കാത്തിരിക്കുന്ന ഒന്നാണ്. ഈ കാത്തിരിപ്പിന്റെ പൂർണ്ണതയിലേക്ക് നോമ്പ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അത് ഉദ്ധിത ദർശനത്തിൽ എത്തി നിൽക്കുന്നു. ദൈവത്തെ കാണണമെങ്കിൽ നാം ഓരോരുത്തരും ത്യാഗം ചെയ്തേ മതിയാകൂ. നമ്മുടെ പാതകൾ അത് ഇരുൾ നിറഞ്ഞതായിരിക്കാം, ഒപ്പം ഇടുങ്ങിയതും. സഹനത്തിന്റെ മുള്ളുകൾ ഓരോന്നായി നാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. സ്വാർത്ഥതയുടെ അതിർവരമ്പുകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്നേഹത്തിന്റെ കവാടങ്ങൾ ഒന്നൊന്നായി തുറക്കണം. ഉപേക്ഷയുടെ തീരങ്ങൾ ഒന്നൊന്നായി താണ്ടണം. വിഷമിക്കേണ്ട, കാരണം മഹത്തായ ഒരു ലക്ഷ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. അതിനാൽ ത്യാഗത്തിന്റെ സുഹൃതത്തിന്റെ പാഥേയമായി നമുക്ക് മുന്നോട്ട് നീങ്ങാം, ഉദ്ധിത ദർശനത്തിനായി. ഇതായിരിക്കട്ടെ ഈ നോമ്പുകാലം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന അനുഗ്രഹവും കൃപയും. 40 നാൾ മരുഭൂമിയിൽ താപസ ജീവിതം പൂർത്തിയാക്കി പരസ്യ ജീവിതത്തിനായി കടന്നുവന്ന ക്രിസ്തുനാഥനെ വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ നാം കാണുന്നു. താപസ ജീവിതം പൂർത്തിയാക്കിയ ക്രിസ്തുനാഥൻ നമ്മോട് അരുളി ചെയ്തു: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ തിരുവധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുകൂടിയാണ്. എല്ലാറ്റിനെയും വിശുദ്ധീകരിക്കുന്ന, എല്ലാറ്റിനെയും നവീകരിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്ന ദൈവവചനത്താൽ പൂരിതരാകാനുള്ള ഒരാഹ്വാനവും ഈ നോമ്പുകാലം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനയിലും ഏകാന്തതയിലും മൗനത്തിലും ദൈവത്തോടു കൂടെയായിരുന്നുകൊണ്ട് നമ്മോടൊപ്പം വസിക്കാനായി മണ്ണായ മനുഷ്യന്റെ രൂപം ധരിച്ച ദൈവത്തെ ധ്യാനിക്കാൻ നിരന്തരമായ വചനപാരായണവും ഈ നോമ്പുകാലത്ത് നാം അനുവർത്തിച്ചേ തീരൂ. തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്കും സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവസ്നേഹം നമ്മിൽ സമൃദ്ധമായി നിറയാൻ, ദൈവിക കൃപയുടെ പൂർണ്ണത നമ്മിൽ നിറഞ്ഞൊഴുകാൻ മുറിവേറ്റ ക്രിസ്തുവിന്റെ സഹന ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തേജനമാണ്.
മനുഷ്യ മക്കളോടുള്ള സ്നേഹത്താൽ പ്രേരിതനായി ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ മനുഷ്യനായി അവതീർണനായവനാണ് ക്രിസ്തു. ഈ ദൈവസ്നേഹം മനുഷ്യാവതാരത്തിൽ മാത്രമായി ഒതുങ്ങി നിന്നില്ല. ജെറുസലേമിലും യൂദയായിലും ജെറീക്കോയിലും കഫർനാമിലുമെല്ലാം അന്ധന് കാഴ്ചയും ബധിരന് കേൾവിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും തളർവാദ രോഗിക്ക് സൗഖ്യവുമായി ഈ സ്നേഹം വഴിഞ്ഞൊഴുകി. എന്നിട്ടും ഈ സ്നേഹപാരമ്യം, ഈ സ്നേഹപ്രകാശം അസ്തമിക്കുന്നില്ല. തന്നെ സ്നേഹിക്കുന്നവർക്കും തന്നെ ഒറ്റക്കൊടുത്തവനും തന്നെ തള്ളിപ്പറഞ്ഞവനുമായി തന്റെ ശരീരം പകുത്തു നൽകുവാനും തന്റെ രക്തം പാനീയമായി വച്ചു വിളമ്പാനും ഈ സ്നേഹം തയ്യാറായി. ഇനിയും അവസാനിക്കുന്നില്ല ഈ സ്നേഹത്തിന്റെ നിറവ്. താൻ അർഹിക്കാത്ത ശിക്ഷയെ പാപികളായ നമ്മോടുള്ള സ്നേഹത്താൽ പ്രേരിതനായി ആനന്ദത്തോടെ സ്വീകരിച്ച അവിടുന്ന് ഗത്സമേനിയിൽ രക്തം വിയർത്തും ഗാഗുൽത്ത ഗിരിമടക്കിലൂടെ നമ്മുടെ പാപങ്ങളുടെ ഭാരമാകുന്ന കുരിശ് ചുമന്നും അവിടുന്ന് നടന്നു നീങ്ങി. ഈ കുരിശിന്റെ യാത്രയേൽപ്പിച്ച തളർച്ചയിൽ തകരാതെ ഗാഗുൽത്ത ഗിരിശൃംഗത്തിൽ 3 ആണികളിൽ അവിടുന്ന് നമുക്ക് വേണ്ടി തന്റെ ജീവൻ വെടിഞ്ഞു. ഈ സ്നേഹത്യാഗത്തിന്റെ സായുജ്യമല്ലേ നോമ്പ് പ്രദാനം ചെയ്യുന്നത്? ഈ സ്നേഹ സായുജ്യത്തിന്റെ നിറവിലേക്കാണ് നോമ്പ് നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നതും. സ്നേഹിതനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ ഒരു സ്നേഹമില്ലെന്ന് നമ്മെ പഠിപ്പിച്ചവനാണ് ക്രിസ്തു. അവിടുത്തെ ഓരോ വാക്കും പ്രവൃത്തിയും ചിന്തകളും ഈ സ്നേഹത്തിലേക്ക് വിരൽ ചൂണ്ടി നിന്നിരുന്നു. ഇപ്രകാരം അപരന് വേണ്ടി മുറിയാനും പൊടിയാനും തകർക്കപ്പെടാനും സ്വയം വിട്ടുകൊടുക്കാൻ നാം ഓരോരുത്തരും പ്രാപ്തരാകുമ്പോൾ, നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെയും സ്വകാര്യ സന്തോഷങ്ങളെയും നീക്കിവെക്കുമ്പോൾ ഉദ്ധിതന്റെ ആനന്ദം നമുക്ക് കരഗതമാകുന്നു. ക്രൈസ്തവ ജീവിതം അത് മരണത്തിൽ അവസാനിക്കുന്ന ഒന്നല്ല, അത് നിത്യതയിലേക്ക് കാത്തിരിക്കുന്ന ഒന്നാണ്. ഈ കാത്തിരിപ്പിന്റെ പൂർണ്ണതയിലേക്കാണ് നോമ്പ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ഇത് ഉദ്ധിത ദർശനത്തിൽ എത്തി നിൽക്കുന്നു. ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ നാം ഓരോരുത്തരും ത്യാഗം ചെയ്തേ മതിയാകൂ. നമ്മുടെ പാതകൾ ഇരുൾ നിറഞ്ഞതാകാം, ഒപ്പം ഇടുങ്ങിയതും. സഹനത്തിന്റെ മുള്ളുകൾ ഓരോന്നായി ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം. സ്വാർത്ഥതയുടെ അതിർവരമ്പുകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്നേഹത്തിന്റെ കവാടങ്ങൾ തുറക്കണം. വിഷമിക്കേണ്ട, കാരണം മഹത്തായ ഒരു ലക്ഷ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. അങ്ങനെ ത്യാഗത്തിന്റെ സുഹൃതത്തിന്റെ പാഥേയവുമായി നമുക്ക് മുന്നോട്ട് നീങ്ങാം, ഉദ്ധിതന്റെ സ്നേഹ ദർശനത്തിനായി. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നീടാ, തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തീടാ, അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ, ജീവനായകമാം സുവിശേഷം നിൻ ജീവനിലേക്കു പകർത്താം. മതവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധമെന്താണ്? മതം ശാസ്ത്രത്തിന് എതിരാണോ? ശാസ്ത്രത്തിന്റെ നേർക്ക് കത്തോലിക്ക സഭയുടെ നിലപാട് എന്താണ്? ഈ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മളിവിടെ പരിശോധിക്കുക. ആദ്യമേ തന്നെ പറയട്ടെ, കത്തോലിക്ക സഭ ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ്. സഭയും ശാസ്ത്രവും തമ്മിൽ യാതൊരു കലഹവുമില്ല. ഉണ്ട് എന്ന് ചില തൽപര കക്ഷികൾ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ആദ്യമേ പ്രവേശിക്കുന്നത് സഭയാണ്. AD
600-ാം ആണ്ടോടുകൂടി യൂണിവേഴ്സിറ്റികൾ സഭയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു. അന്നു മുതലേ ശാസ്ത്ര വിഷയങ്ങൾ സഭ പഠിപ്പിക്കുന്നുണ്ട്. ശാസ്ത്രത്തോട് സഭയ്ക്ക് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും സർവകലാശാലകളിൽ ശാസ്ത്ര വിഷയങ്ങൾ അനുവദിക്കുമായിരുന്നില്ല. ശാസ്ത്രവും മതവും സത്യ അന്വേഷണം നടത്തുന്ന രണ്ട് ശാഖകളാണ്. ശാസ്ത്രം വാട്ട് എന്ന ചോദ്യത്തിനാണ് ഉത്തരം നൽകുന്നത്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ശാസ്ത്രം വിശകലനം ചെയ്യുന്നു. അതെന്താണ് എന്ന് പഠിപ്പിക്കുകയാണ് ശാസ്ത്രത്തിന്റെ ധർമ്മം. അതേസമയം മതം ഉത്തരം നൽകുന്നത് വൈ എന്ന ചോദ്യത്തിനാണ്. ഇത് എന്തുകൊണ്ടാണ്, എവിടെ നിന്നാണ് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉത്ഭവിച്ചിരിക്കുന്നത്, ഇത് എവിടേക്കാണ് എത്തേണ്ടത്, ഇങ്ങനെയുള്ള വളരെ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് മതം നൽകുന്നത്. ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുമ്പോഴാണ് സത്യ അന്വേഷണം പൂർത്തിയാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുക, മതവും ശാസ്ത്രവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് എന്ന്. ശാസ്ത്രം മതത്തെ കൂടുതൽ യുക്തിഭദ്രമാക്കുന്നു, മതം ശാസ്ത്രത്തെ കൂടുതൽ അടിസ്ഥാനമുള്ളതാക്കി തീർക്കുന്നു. ഏറ്റവും വലിയ ഭൗതിക ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നല്ലോ ആൽബർട്ട് ഐൻസ്റ്റൈൻ. അദ്ദേഹം മതത്തെ അനുകൂലിച്ച് സംസാരിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, മതമില്ലാത്ത ശാസ്ത്രം മുടന്തുള്ളതും ശാസ്ത്രമില്ലാത്ത മതം അന്ധവുമാകുന്നുവെന്ന്. ഇതിന്റെ അർത്ഥം മതവും ശാസ്ത്രവും പരസ്പര വിരുദ്ധ ഘടകങ്ങളല്ല, പകരം പരസ്പര പൂരക യാഥാർത്ഥ്യങ്ങളാകുന്നു എന്നാണ്. പൊതുവെ ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യം, പരിണാമ സിദ്ധാന്തത്തെ സഭ അംഗീകരിക്കുന്നുവോ എന്നുള്ളതാണ്. പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത് ഈ പ്രപഞ്ചം എങ്ങനെ ഉത്ഭവിച്ചു, അത് എങ്ങനെ വികസിച്ചു, അത് എവിടേക്ക് പരിണമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. മതം ഇതേക്കുറിച്ച് പറയുന്നത് ഭൗതിക യാഥാർത്ഥ്യങ്ങൾ എങ്ങനെ രൂപം കൊണ്ടു എന്നല്ല, അതിൻ്റെ പിന്നിലെ ശക്തി ആരാകുന്നു എന്നാണ്. സഭ പരിണാമ സിദ്ധാന്തത്തെ എതിർക്കുന്നില്ല, അംഗീകരിക്കുന്നുണ്ട്. സഭയുടെ ചിന്ത ഇതാണ്, ലോകത്തിലെ സകല സൃഷ്ടവസ്തുക്കളും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. എങ്ങനെ അത് പരിണമിച്ചു എന്നല്ല, ആരാണ് പദാർത്ഥത്തിന്റെ പിന്നിലെ ശക്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന സൃഷ്ടിയുടെ വിവരണവും ശാസ്ത്രം വിശദീകരിക്കുന്ന പരിണാമ സിദ്ധാന്തവും തമ്മിൽ യാതൊരു സംഘർഷവുമില്ല. എങ്ങനെ ഈ യാഥാർത്ഥ്യം ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നല്ല, അതിന് പിന്നിലെ ഒരു ദൈവമുണ്ടോ, സൃഷ്ടാവുണ്ടോ എന്ന കാര്യമാണ് മതങ്ങൾ പരിശോധിക്കുക. എല്ലാ മതങ്ങളും ഈ പ്രപഞ്ചം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മതവും ശാസ്ത്രവും തമ്മിൽ അന്തരമില്ല എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിൽ പൊതുവെ ഒരു ധാരണയുണ്ടായിരുന്നു, ശരിയായിട്ടുള്ളത് ശാസ്ത്രം മാത്രമാണ്. മതം
അന്ധമായ വിശ്വാസങ്ങളുടെ സംഹിതയാണ്. മനുഷ്യരിന്ന് മതത്തിൽ വിശ്വസിക്കുന്നത് ശാസ്ത്രജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. ശാസ്ത്രം വളരുമ്പോൾ മതങ്ങൾ സ്വാഭാവികമായിട്ടും അപ്രത്യക്ഷമാകും. ആ ധാരണ തെറ്റാണ് ഇന്ന് ബോധ്യമായിരിക്കുന്നു. ശാസ്ത്രം അതിൻ്റെ അത്യുച്ചയിൽ എത്തിയിരിക്കുന്നു. എന്നിട്ടും മതങ്ങൾക്ക് യാതൊരു ക്ഷയവും സംഭവിച്ചില്ല. മതങ്ങളിൽ വിശ്വാസം വർദ്ധിച്ചു വരികയാണ്. അറിവുള്ളവര്, ശാസ്ത്രജ്ഞാനമുള്ളവര് ഒക്കെ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്. പൊതുവെ നടന്ന ഒരു സർവേയിൽ കാണുന്നത് ഭൗതിക ശാസ്ത്രജ്ഞരിൽ തന്നെ 67% ആളുകൾ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുകയും ആ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളോട് നീതി പുലർത്തി പോവുകയും ചെയ്യുന്നവരാകുന്നു എന്നാണ്. ഇത് സൂചിപ്പിക്കുന്നതും മതവും ശാസ്ത്രവും ഒത്തുപോകേണ്ടതുണ്ട് എന്നു തന്നെയാണ്. മതത്തെയും ശാസ്ത്രത്തെയും രണ്ടാക്കി കാണിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മറ്റൊരു ന്യായവാദം ശാസ്ത്രവും വിശ്വാസവും തമ്മിൽ ഒത്തുപോവില്ല, യുക്തിയും വിശ്വാസവും രണ്ടു കാര്യങ്ങളാണ് എന്നുള്ളതാണ്. സഭയുടെ നിലപാട് വിശ്വാസം കൊണ്ട് യുക്തിയെ ശുദ്ധീകരിക്കണം എന്നുള്ളതാണ്. ഇത് രണ്ടും ഒത്തുപോകേണ്ട കാര്യങ്ങളാണ്. വിശ്വാസത്തിലെ യുക്തി കുറയുമ്പോൾ അത് അന്ധവിശ്വാസമായി തീരാനുള്ള സാധ്യതയുണ്ട്. യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെടാനും പാടില്ല. ബുദ്ധി കൊണ്ടാണ് ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുക. അതേ ബുദ്ധി കൊണ്ടാണ് ശാസ്ത്രത്തെ നമ്മൾ പഠിക്കുക. ശാസ്ത്രവും വിശ്വാസവും യുക്തിയും ഭക്തിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. മതങ്ങൾ പഠിപ്പിക്കുന്നത് അതാണ്. ഇത് അംഗീകരിക്കാൻ മടിയുള്ള നിരീശ്വര ശക്തികള്, മതവിരുദ്ധര് ഒക്കെയാണ് ശാസ്ത്രവും മതവും ഒത്തുപോവുകയില്ല എന്ന് പറയുന്നത്. സഭയുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശാസ്ത്ര അവബോധം പകരുന്നതിനും ശാസ്ത്രത്തിന് പ്രോത്സാഹനം നൽകുന്നതിനും വേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രശസ്തരായ എത്രയോ വൈദികര് ശാസ്ത്രജ്ഞന്മാരായിരുന്നു. ജനിതക ശാസ്ത്രത്തിൽ അവഗാഹമുണ്ടായിരുന്ന ഫാദർ മെൻഡല് അതിനുദാഹരണമാണ്. ശാസ്ത്രത്തെയും മതത്തെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് അറിവ് സമഗ്രമാകുന്നത്, വിദ്യാഭ്യാസ പ്രവർത്തനം ലക്ഷ്യോന്മുഖമാകുന്നത്. പള്ളിയും പരിസ്ഥിതിയും ഒത്തുപോകുന്നതാണ്. പ്രപഞ്ചത്തെക്കുറിച്ച്, ശാസ്ത്ര ശാഖകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സഭ ആഗ്രഹിക്കുന്നുണ്ട്. അത് പഠിപ്പിക്കുന്നതിന് സഭ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് മതവും ശാസ്ത്രവും ഒത്തുപോകുന്ന പരസ്പര പൂരകങ്ങളായ യാഥാർത്ഥ്യങ്ങളാണ് എന്ന സത്യം ഈ ശാസ്ത്രയുഗത്തില് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നീടാ, തിന്മ വെടിയ നന്മ നിറയും
മനമുയർത്തിടാം. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാം. തിന്മ വെടിയാം നന്മ നിറയും മനമുയർത്തിടാം. അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ. ജീവദായകമാം സുവിശേഷം നിൻ ജീവനിലേക്കു പകർത്താം. ദൈവരാജ്യം ഭൂവിലുയർത്താൻ സ്നേഹമോടണയാം. വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ദൈവരാജ്യം ഭൂമിയിലുയർത്താൻ സ്നേഹമോടണയാം. വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ഉപവാസമോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഒന്നു ചേർന്നിടാം.